ആയുധം കൊണ്ട്, ആശയങ്ങൾ കൊണ്ടല്ല, സംവാദങ്ങൾ കൊണ്ടല്ല, ബാലറ്റ് പേപ്പർ കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ട് ഈ വർഗശത്രുവിനെ എന്ന് പറഞ്ഞാൽ ബൂർഷ്വാസിയെ, ഭരണകൂടത്തെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് കൊന്നൊടുക്കിയിട്ട് ഈ ഉന്മൂലന സിദ്ധാന്തം ഉണ്ടല്ലോ, തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുവാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന വർഗശത്രുവിനെ അല്ലെങ്കിൽ ബൂർഷ്വാസിയെ കൊന്നൊടുക്കിയിട്ട് ഒരു തൊഴിലാളി വർഗ വിപ്ലവം കൊണ്ടുവരിക. അതിനാണ് ആ വർഗത്തിൻ്റെ ഭരണം കൊണ്ടുവരിക. അതിനാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുക. ആ ഭരണം വന്നു കഴിഞ്ഞാൽ അത് സോഷ്യലിസമായിരിക്കും അതിൻ്റെ അടിത്തറ, സ്ഥിതി സമത്വമായിരിക്കും അതിൻ്റെ സിദ്ധാന്തം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭരണകൂടം കൊഴിഞ്ഞു വീഴും. അതാണ് ദ ഗവൺമെൻറ് അങ്ങനെയല്ലോ, വിതറവേ എന്നാണ് പറയുക, കൊഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ഭരണകൂടം ആവശ്യമില്ലാത്ത സമത്വസുന്ദരമായ ലോകം വരും. ഇത് മനോഹരമായൊരു സ്വപ്നമാണ്. ആ സ്വപ്നം പാതി വഴിക്ക് വെച്ച് തകർന്നപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയെക്കുറിച്ച് ഫ്രാൻസിസ് ഫുക്കുയാമ പറഞ്ഞത് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മാർസിയൻ കാഴ്ചപ്പാടിലൂടെ ലോകം മുന്നോട്ട് പോകേണ്ടത് ഈ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അടിമത്തത്തിലേക്കും അങ്ങനെയുണ്ടല്ലോ മുതലാളിത്തത്തിലേക്കും പിന്നെ അങ്ങനെ വന്നാണല്ലോ ഏറ്റവും ഒടുവിൽ ഒരു സോഷ്യലിസത്തിലേക്ക് ചെല്ലേണ്ടത്, അവിടുത്തെ കമ്മ്യൂണിസത്തിലേക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.